കെപിസിസി ഡിസിസി അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയിൽ സമവായ ചർച്ചകളിൽ ധാരണ ഉണ്ടാക്കാൻ ആകാതെ നേതൃത്വം. നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കി പ്രാഥമിക പട്ടിക സമർപ്പിക്കുവാനാകാത്തതിൽ എഐസിസി നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. കോൺഗ്രസിനുള്ളിലെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ സമഗ്ര വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുന്നു. കോൺഗ്രസിലെ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീരുന്നില്ല, സമവായത്തിലെത്താനാകുന്നില്ല എന്ന് തന്നെ പറയാം. ദില്ലിയിൽ വെച്ച് 2 തവണ ചർച്ച നടത്തി തിരിച്ചെത്തി. അതിനുശേഷം കേരളത്തിൽ മുതിർന്ന നേതാക്കളുമായി തന്നെ ആശയവിനിമയം നടത്തുകയാണ്. വി ഡി സതീശനും കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫും മുതിർന്ന വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, മുൻ കെപിസിസി അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കളോടൊക്കെ തന്നെ ആശയവിനിമയം നടത്തുന്നത്. പക്ഷേ ഡിസിസി അധ്യക്ഷന്മാർ പല പേരുകളും മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. കാരണം ആരെ നിശ്ചയിക്കും, ആരെ ഒഴിവാക്കും എന്ന തരത്തിൽ ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. മലബാറിലെ 3 ഡിസിസി അധ്യക്ഷന്മാരെ നിലനിർത്തണം എന്ന കടുത്ത നിലപാട് മുൻ കെപിസിസി അധ്യക്ഷനും നിലവിലെ എം പി കൂടിയായിട്ടുള്ള കെ സുധാകരൻ മുന്നോട്ട് വെച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ പ്രവർത്തന മികവുള്ള ഡിസിസി അധ്യക്ഷന്മാരെ മാറ്റരുത് എന്ന ന്യായമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായിട്ടുള്ള കണ്ണൂർ ഡിസിസി അധ്യക്ഷനടക്കം മാറ്റാൻ അദ്ദേഹം യോജിക്കുന്നില്ല എന്നതാണ് നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് അദ്ദേഹം അത് പരസ്യമായി ഏറെക്കുറെ വ്യക്തമാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് നല്ല കൊള്ളാവുന്ന ഡിസിസി പ്രസിഡന്റുമാരെ മാറ്റരുത് എന്നാണ്. പക്ഷെ എല്ലാവർക്കും താല്പര്യങ്ങളുണ്ടാകുക, താല്പര്യങ്ങൾ പറയും. പക്ഷെ അത് അവിടെ തീർത്ത് പോകുന്നുണ്ട്. ഇനിയും അത് നന്നായി ചർച്ചയിലോട്ട് തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രധാനമായും 5 ഡിസിസികളിൽ ഇപ്പോഴും തർക്കം തുടരുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള ഡിസിസികളെ സംബന്ധിച്ചാണ് പ്രധാന തർക്കം. മറ്റ് ജില്ലകളിലും കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ സമാനമായ തർക്കമുണ്ട്. പക്ഷേ അല്പം രൂക്ഷമെന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 2 പ്രധാനപ്പെട്ട പേരുകളാണ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. ഒന്ന്, കെ സി വേണുഗോപാലിൻ്റെ അടുത്ത അനുയായിട്ടായിട്ടുള്ള മണക്കാട് സുരേഷ്. അദ്ദേഹം പഴയ കെപിസിസി സെക്രട്ടറിയാണ്, യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാരവാഹിയായിട്ടുള്ള ആളാണ്, കെ സിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഒന്നാമത് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷം പ്രധാനമായും വി ഡി സതീശൻ പുതിയൊരു പേര് കൂടി മുന്നോട്ട് വച്ചു. ചെമ്പഴന്തി അനിലിൻ്റെ പേരാണ്. ചെമ്പഴന്തി അനിലിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല, ആ പേര് തന്നെ നിർദ്ദേശിക്കുകയും അത് തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ച നിലപാടെടുക്കുകയും ചെയ്തു. ഇതോടെ തർക്കം രൂക്ഷമായി. അപ്പോൾ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പറയുന്നത് തർക്കം വേണ്ട, അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള താൽക്കാലിക ചുമതലയുള്ള ഡിസിസി അധ്യക്ഷൻ എൻ ശക്തൻ തന്നെ തുടരട്ടെ എന്നാണ്. ശക്തനും വ്യക്തിപരമായ പദവിയിൽ തുടരാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു തർക്കം നിലനിൽക്കുന്നു. കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് നിലവിലെ ഡിസിസി അധ്യക്ഷനെ മാറ്റുന്നതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ഒപ്പമാണ് മലബാറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ സുധാകരൻ്റെ ഉടക്ക് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കെ സുധാകരൻ തൻ്റെ പദവി തെറിപ്പിക്കാനായി ഒപ്പം നിന്ന് ചതിച്ച ഒരു നേതാവുണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അദ്ദേഹം നിലവിലെ കെപിസിസി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ വീണ്ടും കെപിസിസി വൈസ് പ്രസിഡന്റ് ആക്കാനുള്ള പട്ടികയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ പേര് ഒരിക്കലും അംഗീകരിക്കില്ല, ഒഴിവാക്കണം. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ താൻ പരസ്യമായി പ്രതികരിക്കും എന്ന നിലപാടിലേക്ക് കെ സുധാകരൻ പോവുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്നലെയും ഇന്നുമൊക്കെയായി വിവിധ തരത്തിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇന്ന് ആലപ്പുഴയിൽ നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തി. ഇന്ന് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ഈ ആഴ്ച കൊണ്ട് തന്നെ, കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടതാണ് പുനഃസംഘടന പട്ടിക. പക്ഷേ ഈ ആഴ്ച കൊണ്ട് തന്നെ പട്ടിക പൂർത്തിയാക്കി ഈ ആഴ്ച തന്നെ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് വീണ്ടും ദില്ലിയിലേക്ക് പോകും. അങ്ങനെ താമസിക്കുകയാണ് എങ്കിൽ എഐസിസിയിൽ നിന്ന് കടുത്ത പ്രഖ്യാപനമോ അവർ ഏകപക്ഷീയമായി പട്ടിക പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കേരളത്തിലെ നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. എന്തായിരുന്നാലും ഈ അനുനയ നീക്കത്തിൻ്റെ ഭാഗമായി കെപിസിസി പട്ടിക ഒരു ജംബോ പട്ടിക ആയി മാറാനാണ് സാധ്യത. എന്തായാലും പുനഃസംഘടനാ തർക്കത്തിൽ ആടി ഉലയുകയാണ് കോൺഗ്രസ്. നിർബൻ ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.